അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെണ്മയായിരുന്നു. നോക്കി, ഈ വെള്ള തലമുടി, വെള്ള മുഖം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവ് ജരാനരകൾ ബാധിച്ച ഒരു വ്യക്തിയായിട്ട് നിൽക്കുകയല്ല ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കർത്താവിന് നിത്യാസ്തിത്വത്തെ വെളിപ്പെടുത്തുകയാണ്, നിത്യത്വത്തെ വെളിപ്പെടുത്തുകയാണ്, നമ്മുടെ കർത്താവിന്റെ നിത്യത്വത്തെ വെളിപ്പെടുത്തുകയാണ്. ദൈവം നിത്യനാണെന്ന് കാണിക്കുകയാണ് ഇവിടെ. ഇനി നോക്കിക്കാട്, നമ്മുടെ കർത്താവ് ആമേൻ നിത്യനാണെന്ന് കാണിക്കുകയും ഈ പ്രതീകത്തിലൂടെ. ഇനി നോക്കിക്കേ, ആമേൻ, നമുക്കറിയാം ഇംഗ്ലണ്ടിലൊക്കെ ആമേൻ സ്തോത്രം, ഈ ന്യായാധിപന്മാർ, ഇംഗ്ലണ്ടിലുള്ള ന്യായാധിപന്മാരൊക്കെ അവരുടെ തലയിൽ ഒരു വെള്ള മുടി വെക്കാറുണ്ട്, വെള്ള ടൈപ്പിലുള്ള മുടി വെക്കാറുണ്ട് തലയിൽ. ന്യായാധിപന്മാർ, ഇംഗ്ലണ്ടിലെ ന്യായാധിപന്മാർ വെള്ള മുടി വെക്കാറുണ്ട്. ആമേൻ സ്തോത്രം. അത് ആമേൻ സ്തോത്രം, ഇംഗ്ലണ്ടിലെ ഒരു ന്യായാധിപന്മാർ ഇങ്ങനെ വെക്കുന്നതിനെ നമുക്ക് ഈ ഭാഗത്തേക്ക് ഒന്ന് ചിത്രീകരിച്ചാൽ, ആമേൻ, നമ്മുടെ കർത്താവിനെ ഒരു ന്യായാധിപനായിട്ട് ചിത്രീകരിക്കുകയാണ്. നമ്മുടെ കർത്താവാണ് ന്യായാധിപനാണെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവിന്റെ പ്രത്യക്ഷത എല്ലാം ഇതേ നിലയിലായിരുന്നില്ല. ആമേൻ. യെശയ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് യെശയ്യാവ് കാണുന്നുണ്ട്. 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഉസിയ രാജാവ് മരിച്ചയാണ്ടിൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിത്വത്തെ കാണുകയാണ്. ആമേൻ. രണ്ടുകൊണ്ട് മുഖം മറച്ചുകൊണ്ട്, രണ്ടുകൊണ്ട് പറന്നു നിന്നുകൊണ്ട്, രണ്ടുകൊണ്ട് പാദം മൂടിക്കൊണ്ട്, സറാബുകൾ ആർത്തുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവിന്റെ ദൃശ്യം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ നിലയിൽ കർത്താവിന്റെ വെളിപ്പാട് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ ഇതാ തന്റെ തലയും മുഖവുമെല്ലാം വെണ്മയുള്ള ഒരു പ്രത്യേക തരത്തിൽ കർത്താവ് പ്രത്യക്ഷമാകുന്നതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങൊരു ന്യായാധിപനാണെന്ന് കാണിക്കുകയാണ്. നമ്മുടെ കർത്താവ് ന്യായാധിപനാണ്. ഈ വെണ്മയുള്ള മുടി, യേശുവിന്റെ മുഖത്ത് തലയിൽ കാണുന്ന ഈ വെണ്മയുള്ള മുടി എന്തിനെ ചിത്രീകരിക്കുന്നു ചോദിച്ചാൽ, നമ്മുടെ കർത്താവിന്റെ ജ്ഞാനത്തെ ചിത്രീകരിക്കുകയാണ്. 2, തന്റെ അധികാരത്തെ ചിത്രീകരിക്കുകയാണ്. 3, തന്റെ നിത്യ ആസ്തിത്വത്തെ കാണിക്കുകയാണ്. നമ്മുടെ കർത്താവിന്റെ തേജസ്കരിക്കപ്പെട്ട ഒരു മഹത്വപൂർണമായ ദൃശ്യമാണ് വെളിപ്പാടിൽ യോഹന്നാൻ കാണുന്നത്. ഒന്നാമത് എന്താണ്? തന്റെ മുഖവും തലമുടിയുമെല്ലാം വെണ്മയായി കാണുകയാണ്. നോക്കിക്കേ, എത്ര മനോഹരമായ ദൃശ്യം കാണുമ്പോൾ നമ്മുടെ അകത്തേക്ക് വരേണ്ട ഒരു ദൃശ്യം, നമ്മുടെ കർത്താവ് ഒരു ന്യായാധിപനാണ്. അങ്ങ് ന്യായം വിധിക്കുന്ന ദൈവമായിട്ട് മടങ്ങി വരുമെന്ന് ദൈവത്തിന്റെ വചനം പറയുക. അങ്ങ് ന്യായം വിധിക്കുവാൻ ആകാശത്തെയും ഭൂമിയെയും വിളിക്കുമെന്ന് ആമേൻ സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുകയാണ്. ആമേൻ. മറ്റൊരു ഭാഗത്ത് ആമേൻ ദൈവത്തിന്റെ ദാസൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആമേൻ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. കൊരിന്ത്യർ ലേഖനം, ആമേൻ, 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ആമേൻ, നമ്മൾ ചെയ്യുന്ന നല്ലതും തീയതുമായ സകല പ്രവൃത്തികളെയും ദൈവം ന്യായം വിധിക്കുകയാണ്. അത് ദൈവമക്കളോടുള്ള ബന്ധത്തിലുള്ള ന്യായവിധിയാണ്. നമ്മുടെ പ്രവൃത്തികൾക്ക് ന്യായവിധി, നമ്മുടെ ചിന്തകൾക്ക് ന്യായവിധി, നമ്മുടേതായ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം ന്യായവിസ്താരത്തിലേക്ക് വരുത്തും. അങ്ങനെയെങ്കിൽ ഭയത്തോടെ ദൈവത്തെ സേവിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആമേൻ. നാം പറഞ്ഞ വാക്കുകൾക്ക് ന്യായവിധി ഉണ്ടാകും, നമ്മുടെ ഹൃദയത്തെ നിരൂപണങ്ങൾക്ക് ന്യായവിധി ഉണ്ടാകും, നമ്മുടെ ചിന്തകൾക്ക് ആമേൻ ന്യായവിധി ഉണ്ടാകും. രഹസ്യമായി നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് പോലും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വളരെ ഗൗരവത്തോടെ നമ്മുടെ ക്രിസ്തീയ ജീവൻ നയിക്കണം. എന്റെ കർത്താവ് ഒരു ന്യായാധിപനാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ന്യായാധിപനാണ്.